ഹലോ, ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ എങ്ങനെയാ തരപ്പെടുക എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. കുളിക്കാൻ പോകുമ്പോഴാ കണ്ടത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ. മുണ്ടും മാറി ഉടുപ്പിട്ടുണ്ട് ഓടുകയായിരുന്നു ഞാൻ. അമ്മ ഉറക്കണീറ്റിട്ടില്ല. അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? അതെ. ഞാൻ താമസിക്കുന്ന സ്ഥലവും പരിസരവും കാണാൻ അമ്മ വന്നെന്ന് പറഞ്ഞില്ലേ? അതിന് വലിയ നുണയാ. അമ്മ വന്നത് കാവേരി കാണാനാ. അതിനുവേണ്ടി മാത്ര. കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോ അമ്മ പറഞ്ഞു അമ്മയും കൂടെ വരുന്നത്. അപ്പൊ ഇറങ്ങിയ വല്ലാത്തൊരു പേടി. അമ്മയുടെ ടേസ്റ്റ് എനിക്കറിയാം. പെണ്ണ് ഉദ്യോഗം പാടില്ല, നല്ല തടി വേണം, എന്റെ തോളപ്പ് പൊക്കം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങള്. അമ്മയ്ക്ക് പിടിക്കാണ്ടിരിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ പഴയ ആൾക്കാരല്ലേ, ഉള്ളിലിരിപ്പ് എന്താന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും എതിര് പറഞ്ഞാല് പൊളിഞ്ഞില്ലേ മനക്കൊട്ട മുഴുവൻ. പക്ഷെ ഞാനൊരു കാര്യം കൂടി തീരുമാനിച്ചിരുന്നു. ഇനി ഇക്കാര്യത്തില് അമ്മ എതിര് പറഞ്ഞാലും ഒന്നും വേണ്ടി വന്നില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് അമ്മ എന്നെ അടുത്ത് വിളിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ച് എന്റെ നെറുകിൽ ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മരുമോളാൻ വേണ്ടി മാത്രം ജനിച്ചവളാ കാവേരി എന്ന്. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കായപ്പോ ഞാൻ മെത്തേ കിടന്ന് തലകുത്തി മറിഞ്ഞു. എങ്ങനെ സന്തോഷിക്കേണ്ടെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. ഒന്നും പറഞ്ഞില്ലല്ലോ. ബാലു ഇപ്പോ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. നമ്മുടെ ഒരു തീരുമാനത്തിലെത്തുകയല്ലേ ആദ്യം വേണ്ടത്. അതിനുശേഷമല്ലേ അച്ഛനും അമ്മയൊക്കെ അറിയണ്ടു. തീരുമാനം എന്ന് പറഞ്ഞ അതിപ്പോ ഞാൻ എത്ര മുമ്പ് തീരുമാനിച്ചാണ്. തീരുമാനം ഒരു പക്ഷത്തുനിന്ന് മാത്രം മതിയോ? ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന തന്നെ എനിക്കൊരു ആവേശമായിരുന്നു. എല്ലാം കാവേരിയിൽ ഇഷ്ടമാണെന്ന് രാമൻ നാരായിട്ട് പറയുകയും ചെയ്തു. അതിനപ്പുറം കൂടുതലൊന്നും ആലോചിക്കാൻ എനിക്ക് മനസ്സുണ്ടായില്ല. അതാ സത്യം. എന്നാൽ എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ആദ്യം ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം ചോദിച്ചോട്ടെ. കാവേരിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും തീരുമാനം? ഇല്ല. എന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവ്? ഇല്ല, ബാലുവിനോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവും തോന്നിയിട്ടില്ല. പിന്നെന്താ? കണ്ടു, പരിചയപ്പെട്ടു എന്നുള്ളതിൽ കവിഞ്ഞ് എന്നെക്കുറിച്ച് എന്തെങ്കിലും ബാലുവിനറിയോ? കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അറിഞ്ഞതിൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള അവകാശം പോലും എനിക്കില്ല. പ്രായമായ അച്ഛൻ മകൾക്കൊരു ഭർത്താവുണ്ടായി കാണണമെന്നാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് എനിക്കറിയാം. ഇപ്പോ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് വിധിയുടെ മുന്നിൽ കൈയും കെട്ടി നിന്നു കൊടുക്കാനും ഞാൻ ശീലിച്ചു കഴിഞ്ഞു. കാവേരി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. ബാലുവിന് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണ്, അച്ഛൻ ഇഷ്ടമായിരിക്കാം. കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ? പക്ഷേ ഇനിയെങ്കിലും ബാലു എന്നെക്കുറിച്ച് ചിലതറിയണം. അറിഞ്ഞിട്ട് പുതിയൊരു കാവേരിയെ പറ്റി ബാലു ആലോചിക്കണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും എനിക്ക് അച്ഛാ, കാപ്പി. കുറച്ചു കാലത്തേക്ക് ലീവ് എടുക്കുക. വീട് വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം. പോട്ടെ. അതെ, രാമനാരിയേട്ടൻ്റെ കാര്യം ഗൗരവമായിട്ടൊന്ന് ആലോചിക്കണം. ഇന്നലെയൊക്കെ വല്ലാത്ത ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു, കടുത്ത പനിയും. ഞാനൊന്ന് പേടിച്ചു പോയി. ആരാ നോക്കാനുള്ളത്? എനിക്ക് പണിക്ക് പോകണ്ടേ? എന്തെങ്കിലും സൂത്രം പറഞ്ഞ് നാളെ ഡോക്ടറെ കാണിക്കണം.
ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. നാളെ കാലത്ത് തന്നെ കവലയിൽ നിന്നൊരു ടാക്സി വരാൻ പറയണം. താൻ എന്തൊരു പണിയാ കാണിച്ചത്? അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ടും താനൊരു വാക്കുപോലും പറയാതെ പൊക്കളഞ്ഞല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല പോയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞേ അറിഞ്ഞുള്ളൂ. ആ, ഏതായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത് നന്നായി. ഇനിയിപ്പോ താനൊരു കാര്യം ചെയ്യ്, മുറി പോയൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വാ. ഞാൻ ഒന്ന് ഓട്ടോ വിട്ടിട്ടില്ല. അച്ഛൻ ഉണർന്നിട്ടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ. തന്റെ ഒരു കോലം കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. ഡോക്ടറെ കണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒക്കെ ഞാൻ നോക്കിക്കോളാം. താൻ ഒന്നും അന്വേഷിക്കണ്ട. പോ. ആ പിന്നെ ലീവോ മറ്റോ എടുക്കണമെങ്കിലേ പ്രിൻസിപ്പളമ്മേ കണ്ടിട്ട് വന്നാ മതി. ഒരു ധൃതിയും പിടിക്കണ്ട കേട്ടോ. ഇവിടെ വേദന ഉണ്ടോ? ഇവിടെയോ? ഇവിടെ ഉണ്ടോ? അവിടെയാണ് വേദന. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഓ, അത് പണ്ട് മുതലേ ഉള്ളതാ. എന്നിട്ട് എന്ത് ചികിത്സ ചെയ്തു? വേദന കൂടുമ്പോ ലേശം സോഡാപ്പൊടി വാങ്ങിച്ച് കഴിക്കും. അടുത്ത കാലത്ത് അതുകൊണ്ടും കുറയില്ല എന്ന് കണ്ടപ്പോഴാണ് വൈദ്യന്റെ കഷായം തുടങ്ങിയത്. ഏതായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് മരുന്നൊക്കെ തെറ്റാതെ കഴിക്കണം. ദേഹം അനക്കാതെ നോക്കണം. കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ 2 ദിവസം കൊണ്ട് മാറാവുന്ന രോഗമുള്ളൂ. ഡോക്ടറെ, എനിക്ക് എന്നത്തേക്ക് വീട്ടിൽ പോവാം? അതുകൊള്ള ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പരിശോധനയൊക്കെ ഒന്ന് കഴിയട്ടെ, പറയാം. എനിക്ക് ആ പേഷ്യന്റിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സിസ്റ്ററിന്റെ ഫ്രണ്ട് എപ്പോഴവര്? ഹോസ്റ്റൽ വരെ പോയിരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ എത്തും. ഏതായാലും എമിറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റൂൾസിന്റെ റിസൾട്ട് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് കൊടുക്കാൻ പറയും. ആ കുട്ടി വന്നാൽ ഉടനെ ഞാനൊന്ന് കാണാൻ പറയാം. ശരി ഡോക്ടർ. അച്ഛനെന്താ ഇങ്ങനെ നോക്കുന്നത്? കുഞ്ഞെനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ അച്ഛാ? ഇവരാരും പറയുന്നവരുടെ അസുഖമൊന്നും എനിക്കില്ല. ഇവിടെ കിടന്ന എന്ത് ചികിത്സ ഉണ്ടായിട്ടും കാര്യമില്ല. ഉള്ള അസുഖം കൂടുകയേ ഉള്ളൂ. വീട്ടിലെ കാര്യം ഓർക്കുമ്പോ ഒരു സമാധാനവുമില്ല. പശുവുണ്ട്, തെങ്ങുണ്ട്, മറ്റ് കൃഷികളുണ്ട്. വീട്ടിലാണെന്ന് വെച്ചാ നേരിട്ട് നോക്കിയില്ലെങ്കിലും എല്ലായിടത്തും ഒരു കണ്ണുണ്ടാവുമല്ലോ. കുഞ്ഞിതൊക്കെ എന്റെ മോളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. മോളല്ല, ഒടേതമ്പരം പറഞ്ഞാലും ശരി. അസുഖം ഭേദമാകാതെ അച്ഛനെ ഞങ്ങൾ ഇവിടുന്ന് വിടൂല. ആ, കഴിക്കാനുള്ള മരുന്ന് ഇനി തന്നയച്ചാ പോരെ? ഞാൻ കൃത്യമായി കഴിച്ചോളാം. എവിടെയാണെങ്കിലും കുറച്ച് ദിവസം വിശ്രമിച്ചേ പറ്റൂ. ഇവിടെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ട്. വേറൊന്നും ആലോചിക്കണ്ട. സ്വന്തം വീടുമാരി കരുതിയാ മതി. അസുഖം ഭേദമായി തിരിച്ചു ചെന്നാ പറമ്പിലൊക്കെ ഓടിച്ചാടി നടക്കരുത് അച്ഛന്. ഈശ്വര, ഞാൻ ഇനി ആരോടൊക്കെയാ പറയുക?